ശ്രുതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നോ പ്രാങ്ക് സ്റ്റാറില്? ഓ ഓ ആ അമ്മ എന്ത് ചെയ്യുന്നു? മമ്മി ഹൗസ് വൈഫാണ്. ഇപ്പൊ വീട്ടിലുണ്ടാവും. ഹലോ ഹലോ ശ്രീജേച്ചി, ആ എന്നെ മനസ്സിലായോ? ആരേനും എനിക്കാണെങ്കിലേ യോഗ പഠിച്ചാൽ കൊള്ളാമെന്നുണ്ടേ. അപ്പോൾ അതെങ്ങനെയാ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാ. ഇതാരാ? എൻ്റെ പേര് സുഷമ. ആ ഞാൻ അങ്ങനെ യോഗ പഠിപ്പിക്കലൊന്നുമില്ല. ചേച്ചി എന്താണെന്നറിയാമോ, എനിക്ക് മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ യോഗ പഠിക്കേണ്ടത്. ആ അത് നല്ല തന്നെയാണ്. ഇതെനിക്ക് ആരോ നല്ല പരിചയമുള്ള പോലെ തോന്നുന്നുണ്ട്. ചേച്ചി, വൈകുന്നേരം ആകുമ്പോൾ എൻ്റെ ഭർത്താവ് കയറി വരും. ആ അപ്പോൾ എനിക്കാണെങ്കിൽ ഇങ്ങേര് കച്ചറ ഉണ്ടാക്കും. അപ്പോൾ ഇങ്ങേരുടെ അടുത്ത് എനിക്ക് ദേഷ്യം വരും. എനിക്ക് മൈൻഡ് ഇങ്ങനെ കൺട്രോൾ ചെയ്ത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ആ അതിന് യോഗ നല്ല തന്നെയാണ്. പിന്നെ വരുന്നവരും പോകുന്നവരും ഒക്കെ എന്നെ ചീത്ത പറയുന്നു ചേച്ചി. അപ്പോൾ ആ ഒരു മൈൻഡ്ഫുൾനെസ് എനിക്ക് വേണം. ആ കൺട്രോൾ കിട്ടും യോഗ ചെയ്താല്. അപ്പൊ ഒരു എക്സസൈസ് എല്ലാം ചെയ്താൽ മതി. ബ്രീത്തിങ് എക്സസൈസ് എങ്ങനെ ചേച്ചി ചെയ്യണം? അല്ല പറഞ്ഞു തന്നാലും മനസ്സിലാവില്ല. ഞാനിപ്പോ എങ്ങനെയാ പറഞ്ഞു തരുവാ? അപ്പം നിങ്ങളും എൻ്റെ ഭർത്താവ് ഒരുപോലെ തന്നെ. എനിക്കൊന്നും മനസ്സിലാവില്ലെന്നാണ് നിങ്ങൾ പറയുന്നത്. അല്ല ഇതാരാ ശരിക്കോ? ബുദ്ധി ഇല്ലാത്തതിനെ കെട്ടിക്കൊടുത്തെന്ന് പറഞ്ഞിട്ട് അങ്ങേര് എന്നും ഇവിടെ കച്ചറ. അയ്യോ അങ്ങനെയൊന്നും പറയാറ്. ചേച്ചി ഇപ്പം അത് തന്നെയല്ലേ പറഞ്ഞാൽ മനസ്സിലാവൂല എന്ന് എനിക്ക്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞ. ഞാനിപ്പോ പറഞ്ഞാല് ഇയാൾക്ക് മനസ്സിലാവൂല, പെട്ടെന്ന് ആർക്കും മനസ്സിലാവൂല. അങ്ങനെ പറഞ്ഞുതരാനുള്ള കഴിവില്ല എനിക്ക്. അതുകൊണ്ടാ. എനിക്ക് ആ ജീവിക്കാനുള്ള കൊതി കൊണ്ടാണ്. ആ ഇത് ആരാന്നറിയാ? ഞാൻ പറഞ്ഞുതരാം. വിളിച്ചത് അഞ്ജലിയാണേ. ആരാ? അഞ്ജലിയാണ്, പ്രാങ്ക് സ്റ്റാറിലെന്ന്. അഞ്ജലി നിരഞ്ജനെ. ഇതാരാ എന്റെ നമ്പർ തന്നെ? മോളാണ് ശ്രുതി. ഓ നമ്മൾ ആദ്യം വേറെന്തൊക്കെയോ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മൂനൊന്നും മിണ്ടാൻ പറ്റിയില്ല, തല മാത്രമായിരുന്നു. അപ്പൊ മോളാ പറഞ്ഞ യോഗയുടെ കാര്യം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷം ചേച്ചി സംസാരിക്കാൻ കഴിഞ്ഞതില്. താങ്ക് യു കേട്ടോ. ബൈ.